എല്ലാവർക്കും ടേൺ ടു സക്സസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു എക്സാമിലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് LDC ടൈം കീപ്പർ കമ്പ്യൂട്ടർ പ്രോഗ്രാം തസ്തികയിലേക്ക് നടന്ന എക്സാമാണ് ഏപ്രിൽ 22-ാം തീയതി. അപ്പോൾ ഇതിൽ നമ്മൾ സെയിം സെക്രട്ടേറിയറ്റ് OA അതുപോലെ തന്നെ ഡിഗ്രീൻ്റെയൊക്കെ ഏകദേശം സെയിം സിലബസ് ആണ് ഇതിനും വരിക. അതുകൊണ്ട് അതിൽ ചോദിച്ചിട്ടുള്ള 70 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വരുന്ന സെക്രട്ടേറിയറ്റ് OA അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിനേക്കായിട്ട് തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, റീസെൻ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് തന്നെ പോകാം. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അതുപോലെ അതിൻ്റെ ആൻസർ എന്നുള്ള രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കണ്ട ശേഷം നിങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഉത്തരം നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് 70 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ലാസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സ്റ്റെംപിഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് ദി 22 യാർഡ്സ് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻസ് നോക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉത്തരം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതിൻ്റെ ആൻസറാണ് ആരാണ്? ഓപ്ഷൻ ബി, സയ്യിദ് കിർമാനി. നിങ്ങൾ സമയം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കണ്ട ശേഷം ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ മാർക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, അത് വീണ്ടും എന്ത് ചെയ്യുക, പ്ലേ ചെയ്ത് ഉത്തരം നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ഐ ടു ഹാഡ് എ ഡ്രീം. ഇത് ആരുടെ ആത്മകഥയാണ്? ആരുടെ ആത്മകഥയാണ്? ആ ഓപ്ഷൻ സി ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഡോക്ടർ വർഗീസ് കുര്യൻ. തേർഡ് ക്വസ്റ്റ്യൻ: ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പൊന്നാനി താലൂക്കിൽ സംഘടിപ്പിച്ച ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയതാര്? ആരാണ് ഉത്തരം? ചിലപ്പോൾ ഇതിൽ ഉത്തരങ്ങൾ ചിലപ്പോൾ വേരിയേഷൻ വരാം. ഇത് പ്രൊവിഷണൽ ആൻസർ കീ ആണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർക്കുക. ഉത്തരം ഓപ്ഷൻ സി, പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഉള്ള ഉത്തരം ആരാണ്? ഓപ്ഷൻ സി ആണ്. ആരാണ്? ടി പ്രകാശാണ്, അല്ലെ? ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശാണ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന നൃത്തകലകളിൽ ഏതിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, രാമനാട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കൃഷ്ണനാട്ടത്തിൻ്റെ ഒരു ബദൽ കലാരൂപമാണ് രാമനാട്ടം. രണ്ടും ശരിയാണ്. കഥകളി ഏതിൽ നിന്ന് ഉത്ഭവിച്ചു വെച്ചാൽ രണ്ടും ശരിയാണ്. പക്ഷേ ഇതിൽ രാമനാട്ടം ഉള്ളതുകൊണ്ട് രാമനാട്ടം തന്നെ എന്ത് ചെയ്യുക, ഉത്തരമായിട്ട് എഴുതാം. ഓക്കെ, രാമനാട്ടം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൃഷ്ണനാട്ടം എന്ന് എഴുതാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത് താഴെ പറയുന്നവയിൽ ഏത് വനിതാ നേതാവാണ്? നമുക്കറിയാം, ആര്യം പള്ളവില്ല, അക്കാമ ചെറിയാനില്ല, AV കുട്ടിമാളവുമില്ല, പിന്നെ ആരാണ്? ദാക്ഷായണി വേലായുധൻ, അല്ലേ? 3 മലയാളികളാണ്. ദാക്ഷായണി വേലായുധനും അമ്മു സ്വാമിനാഥനും അതുപോലെ തന്നെ ആനി മസ്ക്രീനും അല്ലേ വരിക. അപ്പോൾ ഇതിൽ ഉത്തരം ഏതാണ്? ദാക്ഷായണി വേലായുധൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? ഓപ്ഷൻ സി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്, അല്ലേ? അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഗാന്ധിജിയാണല്ലേ അങ്ങനെ വിശേഷിപ്പിച്ചത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്: താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ജോവിയൻ ഗ്രഹങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതിനെ കണ്ടെത്തുക. ഏതാണ് ഉൾപ്പെടുത്താവുന്നതാണ് ചോദിച്ചിട്ടുള്ളത്? ഏതാണ് ഉൾപ്പെടുത്താവുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, വ്യാഴം. വ്യാഴം മാത്രമാണ് ഇതിൽ എന്തുള്ള ജോവിയൻ ഗ്രഹങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത്. എട്ടാമത് ക്വസ്റ്റ്യൻ: ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ നിമ്ന അല്ലെങ്കിൽ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഏതാണ്? പടിഞ്ഞാറൻ വാദങ്ങളാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്ന പർവ്വത ചുരങ്ങളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് അവരോഹണ ക്രമത്തിൽ, അവരോഹണ ക്രമം വലുത് നിന്ന് ചെറുതിലോട്ടല്ലേ, എന്താണ് അവരോഹണ ക്രമത്തിൽ വിന്യസിപ്പിക്കുക. ബുർജില, ഫോട്ടുല, ബാരാലച്ച, സോജില. ഏതാണ് ഉത്തരം വരിക? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3, 1, 2, 4. അതായത് 3 ബാരാലച്ച, 1 ബുർജില, 2 ഫോട്ടുല, 4 സോജില. താഴെ പറയുന്ന ധാതുക്കളിൽ, 10ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ധാതുക്കളിൽ ഏതിൻ്റെ നിക്ഷേപമാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത്? ഇതൊരു റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ എന്താണ്? ബോക്സൈറ്റ് ആണ്. അലുമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് ആണ് നീലേശ്വരത്ത് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പ്രസിദ്ധമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കണ്ടെത്തി രേഖപ്പെടുത്തുക. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ:
ഒരു ഭൂപടത്തിൽ തോത് 1 സെൻറ്റിമീറ്റർ 2 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. താഴെ പറയുന്ന ഏത് അംശബന്ധ തോത് രീതിയാണ് അതിൻ്റെ ആ ഒരു ഭൂപടത്തിൻ്റെ ശരിയായി എന്ത് ചെയ്യുന്നത് പ്രതിദാനം ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് അതിൻ്റെ തോത് എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് അംശബന്ധ തോത് രീതി? ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏതാ വരിക? ഓപ്ഷൻ സി ആണ്. ഏതാണ്? 1:2 എത്രയാണ്? 2 lakhs ആണല്ലോ. 1:2 lakhs ആണ് വരിക. ഓപ്ഷൻ സി. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, 1990-കൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതൽ ആശ്രയിച്ചത് ഏത് നയത്തിനെയാണ്? ഒന്ന് ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഒന്ന് പോസ് ചെയ്ത് ഓപ്ഷൻസ് വായിച്ചു നോക്കുക. എന്നിട്ട് അതിൻ്റെ ഉത്തരം ഒന്ന് എഴുതുക. നമുക്ക് ഉത്തരം ഏതാണെന്ന് നോക്കാം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. അതാണ് വിപണി യാന്ത്രികതയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും. നമുക്കറിയാം 90-കൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം അല്ലേ എന്താണ് സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ഈ പറഞ്ഞ ആഗോളവൽക്കരണമൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ വരുന്നത്. വിപണി യാന്ത്രികതയും അതുപോലെ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14ാമത് ക്വസ്റ്റ്യൻ ആണ്. ഒരു നികുതിയുടെ ഭാരം വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് നികുതിയിലാണ്? ഏതാണ് ഉത്തരം? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഓപ്ഷൻ ബി, പരോക്ഷ നികുതിയിലാണ് അല്ലേ. പരോക്ഷ നികുതിയിൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ നികുതി ഭാരം മൊത്തമായിട്ടും ഒരാൾ തന്നെ ആ നികുതി ഭാരം കേന്ദ്രീകരിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാവരിലേക്കും എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അല്ലേ. പ്രത്യക്ഷ നികുതിയാണെങ്കിൽ ആ നികുതി ഭാരം മൊത്തമായിട്ടും അത് നൽകുന്ന വ്യക്തിക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ എവർഗ്രീൻ വിപ്ലവത്തിന് വേണ്ടി വാദിച്ചിരുന്നതായി അറിയപ്പെടുന്നു. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. ഓക്കെ. അപ്പോൾ ഉത്തരം എന്താണ്? അതിന് ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദമായ കൃഷി, സ്ഥിരതയുള്ള ആഹാര സുരക്ഷ, ജൈവ വൈവിധ്യം സംരക്ഷിക്കൽ. ഓക്കെ. 16ാമത് ക്വസ്റ്റ്യൻ ഇതാണ്. 16ാമത് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി ഏതാണ്? ഇന്ത്യയിൽ ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. എന്താണ്? ഈക്വലൈസേഷൻ ലെവിയാണ്. ഏതാണ്? ഈക്വലൈസേഷൻ ലെവി. ഏതാണ്? ഈക്വലൈസേഷൻ ലെവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17ാമത് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകൾ ഏതാണ്? ഇത് പൊതുവെ എക്സാമുകൾക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകൾ ഏതാണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 0, 5, 12, 18, 28. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ്? ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ ആണ്. എന്താണ്? ഈനാം ആണ്. ഏതാണ്? ഈനാം. 19ാമത് ക്വസ്റ്റ്യൻ ഇതാണ്. കോൺസ്റ്റിറ്റ്യൂഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 19 കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരമേ കുറ്റവിധേയനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശിക്ഷിക്കാവൂ. ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രമേ ശിക്ഷ നൽകാൻ പാടുള്ളൂ. അതുപോലെ കുറ്റാരോപിതനെ ഇനി അയാൾക്കെതിരെ സാക്ഷിയാക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത് ഏത് മൗലികാവകാശ പ്രകാരമാണ്? ഏതാണ് ഉത്തരം? ഇത് നമുക്ക് അറിയുന്നതാണല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. മൗലികാവകാശം എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ആർട്ടിക്കിൾ 20 ആണ്. ആർട്ടിക്കിൾ 20 പറയുന്നതാണ്. ഈ കാര്യങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 20 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2003 ഭരണഘടന, അതായത് 92ാം ഭേദഗതി അല്ലെ, 2003 92ാം ഭേദഗതി നിയമപ്രകാരം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഭേദഗതി ചെയ്തു താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഷകളെ ഉൾപ്പെടുത്തിയതാണ്? ബോഡോ, മൈഥിലി, സാന്താളി, നേപ്പാളി. ഏതാണ് ഉത്തരം? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഭാഷയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ്. ഏതാണ് ഉത്തരം? ഏതൊക്കെയാണ് ഉൾപ്പെടുത്തിയത്? അപ്പോൾ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3, അതായത് ബോഡോ, മൈഥിലി, സാന്താളി ഭാഷകളെയാണ് എന്ത് ചെയ്തത്? ഉൾപ്പെടുത്തിയത്. 2002 92ാം ഭേദഗതി പഠിക്കാൻ വേണ്ടി നമുക്ക് പൊതുവെ ഒരു കോഡ് പഠിക്കാറുണ്ട്. BDMS ആണ്. എന്നാൽ BDMS. ബി എന്താണ്? ബോഡോ, ഡി ഏതാണ്? ഡോഗ്രി, എം എന്താണ്? മൈഥിലി, എസ് എന്താണ്? സന്താളിയാണ്. എന്താണ്? എസ് എന്താണ്? സന്താളിയാണ്. അതായത് ഡോഗ്രിയാണ് ഇല്ലാത്തത്. ഓക്കെ. അതുപോലെ നേപ്പാളി എന്ന് പറഞ്ഞാൽ 1992 92 71ാം ഭേദഗതിയിലാണ്. അവിടെ നമ്മൾ KNM എന്ന് പഠിക്കുന്നത്. KNM എന്താ പഠിക്കുക? KNM. അതായത് കെ എന്താണ്? കൊങ്ങിണി, എൻ എന്താണ്? നേപ്പാളി, എം എന്താണ്? മണിപ്പൂർ. അത് 92 71ാം ഭേദഗതിയാണ്. ഈ കോഡൊന്നും എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
21ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഭാരതീയ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിഗണിക്കുക. ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, അതിനുശേഷം ഉത്തരം നോട്ട് ചെയ്യാം. ശേഷം ഇതിൻ്റെ ഉത്തരം എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഉത്തരം ഏതാണ്? ഉത്തരം 1, 3, 4 ആണല്ലോ. ഒന്നെന്താണ്? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക, അത് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? 3 ശാസ്ത്രീയ മനോഭാവം വളർത്തുക, അത് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ 4 ഏതാണ്? പൊതു സ്വത്ത് സംരക്ഷിക്കുകയും ആക്രമണം ഉപേക്ഷിക്കുകയും ചെയ്യുക, അതും എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുന്നുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിച്ചില്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരില്ല? എത്രയാണ് ഉത്തരം വരിക? ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടെലിഗ്രാമിൽ ലൈവ് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞാണല്ലോ. ആ ക്ലാസ് കേട്ടവർക്കൊക്കെ ഇത് കറക്റ്റ് എഴുതാൻ പറ്റും. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഏതാണ്? ഓപ്ഷൻ എ. 1 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അംഗീകാരം കൊടുക്കണം. മുമ്പ് 2 മാസമായിരുന്നു, അത് 44ാം ഭേദഗതിയിലൂടെ എന്താക്കി 1 മാസമായിട്ട് എന്ത് ചെയ്തു? കൊടുത്തു. പാർലമെന്റ് അംഗീകാരം 1 മാസത്തിനുള്ളിൽ ആവശ്യമാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തെക്കുറിച്ചുള്ളവയിൽ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓക്കെ, ഏതൊക്കെയാണ്? 44ാമത്. അപ്പോൾ അതിൽ ആദ്യത്തെ എന്താണ്? 44ാമത് ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കി. ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. ഇത് എക്സിക്യൂട്ടീവ് നടപടിയിൽ നിന്ന് സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നു, പക്ഷേ നിയമനിർമ്മാണ നടപടികളിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല. ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്വത്ത് സംസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണം. ഏതൊക്കെയാണ് ശരി? ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? നന്നായിട്ട് വായിക്കാം, അതിനുശേഷം ഉത്തരം എഴുതാം. ഇതിൽ 4 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. മുകളിൽ നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. നോട്ട് ചെയ്ത് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമ ന്യായാലയ, അതായത് ഗ്രാമകോടതി അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ്? ഏതാണ് ഉത്തരം? ഉത്തരം ഏതാണ്? ഏതാണ്? വാമനപുരമാണ്. ഏതാണ്? വാമനപുരം. ഉത്തരം വാമനപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കുക. സ്ത്രീകളെ സംബന്ധിച്ച നിയമങ്ങൾ നിരീക്ഷിക്കുന്നു, സ്ത്രീകളുടെ സംരക്ഷണവും സമത്വവും ഉറപ്പാക്കുന്നു, സ്ത്രീകളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നു, സ്ത്രീകളുടെ ക്ഷേമത്തിനായുള്ള സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നു. ഏതൊക്കെയാണ് ഇതിൽ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത്? ഉത്തരം നോക്കാം. ഉത്തരം ഏതാണ്? 1, 2, 3 ആണ്. ഏതാണ്? 1, 2, 3 ആണ് ഉത്തരമായിട്ട് വരിക. എന്താണ്? 1, 2, 3. നെക്സ്റ്റ് 26ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന തലത്തിൽ ലോകായുക്തയുടെ മേധാവി ആരാണ്? ആരാണ് മേധാവി? അതാരാണ്? സംസ്ഥാന ഗവർണറാണോ? ആരാണ് ഉത്തരം വരിക? വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ എന്താണ്? ഹൈക്കോടതി ജഡ്ജിയാണ്. നമുക്കൊന്ന് ക്വസ്റ്റ്യൻസ് സ്പീഡായിട്ട് നോക്കാം. നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഉത്തരം നോക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ നോക്കുക. കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ ഏത് നിയമം അല്ലെങ്കിൽ പദ്ധതി അല്ലെങ്കിൽ നയത്തിന് കീഴിലാണ് സ്ഥാപിക്കപ്പെട്ടത്? ഏതാണ് നിയമം? ഒന്ന് ഓപ്ഷൻസ് വായിക്കാം. ഏതാണ് നിയമം? എന്നിട്ട് ഉത്തരം എഴുതാം. ഉത്തരം കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ നിയമമാണ്. ഏത് നിയമമാണ്? കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ വാട്ടർഷെഡ് മാനേജ്മെന്റ് അല്ലെ, അതായത് തണ്ണീർത്തടമായിട്ട് ബന്ധപ്പെട്ട എന്താണ്? മാനേജ്മെന്റിനെ മുഖ്യമായും ചുമതലപ്പെട്ട സർക്കാർ ഏജൻസി ഏതാണ്? ഏതായിരിക്കും? ഓപ്ഷൻ നോക്കുക. ഉത്തരം ഏതാണ്? മണ്ണ്. ഓപ്ഷൻ ഡി കൊടുത്തിട്ടുള്ളതാണ് മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പാണ്. ഇതിൽ ആൻസർ ആയിട്ട് വരാം മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പാണ്. ഓക്കെ, കേരളത്തിലെ വാട്ടർഷെഡ് മാനേജ്മെന്റ് പദ്ധതികളിൽ ജലസംരക്ഷണത്തിനായി സാധാരണയായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ പ്രത്യേക ഭൗതിക സാഹചര്യങ്ങളാൽ ഏതാണ് മുൻഗണന നൽകാത്തത്? ഏതാണ് ഉത്തരം? നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ വാട്ടർഷെഡ് മാനേജ്മെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തണ്ണീർത്തട സംരക്ഷണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC എല്ലാ എക്സാമുകളും ചോദിക്കാറുണ്ട്. ഈ ടോപ്പിക്കിലൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യണം? ഒരു എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ചു വെക്കണം. ഉത്തരം ഏതാണ്? ബോർവെൽ റീചാർജ് ഷാഫ്റ്റുകളാണ്. ഏതാണ്? മുൻഗണന നൽകാത്ത ഏതാണ്? ബോർവെൽ റീചാർജ് ഷാഫ്റ്റുകളാണ്. അടുത്ത ഇതും സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ശരിയല്ലാത്തത് ആവശ്യമുള്ള എന്താണ്? അപ്പോൾ ഏതാണ്? ഓരോ പ്രസ്താവനകൾ നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക.
വായിച്ചു നോക്കിയില്ലേ? അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ഇതിൽ ആദ്യത്തെ ഏതാണ്? നടപ്പാക്കലിന് ഗ്രാമപഞ്ചായത്ത് ഉത്തരവാദികൾ. അത് ശരിയാണ് അല്ലേ? പഞ്ചായത്തുകൾ വഴിയാണ് സ്ത്രീകൾ, പട്ടികജാതികൾ, പട്ടികവർഗ്ഗങ്ങൾ, വ്യത്യസ്ത ശേഷിയുള്ള പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. സ്ത്രീകൾക്കൊക്കെ മുൻഗണനയുണ്ട്. മൂന്നാമത്തെ നിപുണ തൊഴിലാളികളുടെ അഭാവം കേരളത്തിലെ ഒരു വലിയ കാരണം സാധാരണക്കാരായ ആൾക്കാരാണ് ഈ പണിയെടുക്കുന്നത്. അത് തെറ്റാണത്. എന്താണ് അത് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു പ്രസ്താവന എന്താണ്? തെറ്റാണ്. അതുകൊണ്ട് എന്താണ്? ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കുവയ്ക്കുന്നു അല്ലേ? അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ശരിയല്ലാത്തത് കേരളത്തിൽ സി ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ സർക്കാർ മേഖലയിലെ മനുഷ്യ വിഭവശേഷി മാനേജ്മെന്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഏതാണ് സർക്കാർ മേഖലയിൽ സർവീസിലുള്ളവർക്ക് സുഖമായിട്ട് കിട്ടുന്ന ഒരു ആൻസർ ആണല്ലോ. ഏതാണ്? അത് സ്പാർക്കാണ്. ഏതാണ്? സ്പാർക്ക് അല്ലേ? നെക്സ്റ്റ്, കേരള നിയമസഭയിലെ ഏത് കമ്മിറ്റിയാണ് പ്രതിനിധാന നിയമനിർമ്മാണത്തിന് അല്ലെങ്കിൽ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്, അതായത് കീഴിലെ നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിക്കുന്നത്? ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ്. കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണ്. കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണകൂടത്തിൻ്റെ അജ്ഞാതൃത്വത്തിന് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിയസ്നെസ്സിന് എതിരായ പ്രതിരോധങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇത് ചിലപ്പോൾ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല ഈ ക്വസ്റ്റ്യൻ അല്ലേ? ഏതാണ്? അതേതാണ്? ഓപ്ഷൻ എ ആണ്. ഏതാണ്? അനുച്ഛേദം 14 ആണ്. ഓപ്ഷൻ എ അനുച്ഛേദം 14 ആണ്. ഓക്കെ, അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്രകൃത്യാ നീതിയുടെ സിദ്ധാന്തങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അല്ലെ ലംഘിക്കുന്ന വിധിയെ ചോദ്യം ചെയ്യുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ഉത്തരം? അതാണ് സെർഷോററി ആണ് അല്ലേ? സെർഷോററി അല്ലെങ്കിൽ സർട്ടിയോററി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും സെർഷോററി എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അടുത്ത ട്രാജൻ 155 mm ടവേർഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യ സഹകരിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ഏതാണ് ഉത്തരം? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? ഫ്രാൻസ് ആണ്. ഓപ്ഷൻ ഡി ഫ്രാൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതിന്? കുറച്ച് സയൻസ് ക്വസ്റ്റ്യൻസ് ആണ്. സയൻസ് ക്വസ്റ്റ്യൻസിൽ പൊതുവെ കുറച്ച് സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനാണ് കാൽസ്യം ആഗിരണത്തെ സഹായിക്കുന്നത്? ഏതായിരിക്കും? പെട്ടെന്ന് ഉത്തരം എഴുതിപ്പോൾ അല്ലേ? ഏതാണത്? വിറ്റാമിൻ ഡി ആണ്. ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 37ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു മുതിർന്ന പൗരൻ്റെ മനുഷ്യശരീരത്തിൽ ആകെ അസ്ഥികളുടെ എണ്ണം. പൊതുവെ റിലീജിയസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഏതാണ്? അസ്ഥികളുടെ എണ്ണത്തിനാണ് 206 അസ്ഥികളാണുള്ളത്. അതുപോലെ തൈറോയിഡ് ഹോർമോണിൻ്റെ സമന്വയത്തിന് ആവശ്യമായ അടിസ്ഥാന സൂക്ഷ്മ പോഷകം ഏതാണ്? അല്ലേ? തൈറോയിഡ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്? ഉത്തരം അതേതാണ്? അയോഡിൻ ആണ്. ഏതാണ്? തൈറോയിഡായിട്ട് ബന്ധപ്പെട്ട ഏതാണ്? അയോഡിൻ ആണ് വരിക. അതുപോലെ തന്നെ താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രധാന വായു മലിനീകരണ ഘടകം? ഏതാണ് ഇതിൽ പ്രധാന വായു മലിനീകരണ ഘടകം? ഇതും ഓപ്ഷൻ നോക്കി നിങ്ങൾക്ക് ഉത്തരം എഴുതാം. ഏതാണ് പ്രധാന വായു മലിനീകരണ ഘടകം? ഏതാണ്? അത് ഓപ്ഷൻ സി ആണ്. എന്താണ്? കാർബൺ മോണോക്സൈഡ് ആണ്. എന്താണ്? കാർബൺ മോണോക്സൈഡ് അല്ലേ? 40ാമത്തെ ക്വസ്റ്റ്യൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ ഏത് ക്യാൻസറിന് കാരണമാകുന്ന അപകടകമാണ്? ഏതാണ്? എല്ലാം ക്യാൻസറാണെന്ന് കൊടുത്തുള്ളത്. ഏത് ക്യാൻസറാണ് വരിക അതിൽ? ഓപ്ഷൻ ഡി ആണ്. ഗർഭാശയകള ക്യാൻസർ ആണ്. ഗർഭാശയകള ക്യാൻസർ ആണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഏതാണ് സിഫിലിസിന് കാരണമാവുന്ന ജീവി അല്ലെ? രോഗകാരികളും ജീവികളൊക്കെ പഠിക്കാനല്ലേ? ഏതാണ്? അത് ഓപ്ഷൻ എ ആണ്. എന്താണ്? ട്രിപ്പോണിമ പല്ലിടാണ് അല്ലെ? ട്രിപ്പോണിമ പല്ലിടം. 42 എന്താണ്? 2023 ആരംഭിച്ച കേരള സർക്കാർ സംരംഭമായ വിവ പ്രോജക്റ്റ്. ഒരുപാട് എക്സാമിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് വിവ അല്ലെ? ഏത് രോഗത്തിൻ്റെ പ്രതിരോധത്തിനും ചികിത്സയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു? ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി. ഏതാണ്? വിളർച്ച അല്ലെ? സയൻസ് ബയോളജി ക്വസ്റ്റ്യൻസ് താരതമ്യേന സിമ്പിളാണ്, നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ട്. അത് വിളർച്ചയാണ്. നെക്സ്റ്റ് എന്താണ്? 2025 ലോകാരോഗ്യ പ്രമേയ ദിനം അല്ലെ? എന്താണ് പ്രമേയം? ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് എന്ത്? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. താഴെ പറഞ്ഞവൽ എന്തിനെ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ ഒരു പ്രമേയം ഉള്ളത്? ഏതാണ്? ഒന്ന് ഓപ്ഷൻസ് വായിച്ചു നോക്കുക, എന്നിട്ട് ഉത്തരം എഴുതുക. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും അല്ലെ? ഇത് ചിലപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച ആൾക്കാർക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റണമെന്നുള്ളൂ. 44ാമത്തെ ക്വസ്റ്റ്യൻ, മോസ്റ്റാക്ക് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? മോസ്റ്റാക്ക് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അത് ഓപ്ഷൻ ഡി ആണ്. എന്താണ്? മെറ്റീരിയോളജിക്കൽ ആൻഡ് ഓഷ്യോനോഗ്രാഫിക് സാറ്റലൈറ്റ് ഡാറ്റ ആർച്ചീവൽ സെൻറ്റർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിസിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി എന്താണ് വൈദ്യുത കാന്തിക തരംഗ പത്രത്തിലെ അല്ലെങ്കിൽ എന്താണ് സ്പെക്ട്രത്തിലെ അല്ലെ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ എന്താണ് തന്നിരിക്കുന്ന അംഗങ്ങളെ അവയുടെ ഊർജ്ജത്തിൻ്റെ ആരോഹണ ക്രമം, നേരത്തെ നമ്മളോട് അവരോഹണ ക്രമമാണ് ചോദിച്ചത് ചുരത്തിൻ്റെ, ഇതെന്താണ് ആരോഹണ ക്രമത്തിലുള്ള ശരിയായ വിന്യാസം ഏതാണെന്ന് ചോദിച്ചില്ല. ഏതാണ് ഇവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് അപ്പോൾ ഓപ്ഷൻസ് നോക്കുക, അതിൽ ഏതാണ് വരിക, ഉത്തരം ഏതാ വരിക, നിങ്ങൾ വായിക്കുക, എന്നിട്ട് ഉത്തരം ഏതാ വരിക, ഉത്തരം വരിക ഏതാണ്, ബി ആണ് വരിക. ഏതാണ് ബി ആണ് ഉത്തരം വരിക. ആദ്യം വരിക ഏതാണ്, ഏതാണ് റേഡിയോ തരംഗങ്ങളാണ്. അത് കഴിഞ്ഞ് മൈക്രോവേവ്, പിന്നെ ഏതാണ് IR വരും, പിന്നെ ഏതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ദൃശ്യ തരംഗങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് അതാണ് UV റേസ് വരും. അതിനുശേഷമാണ് എന്ത് വരിക, എന്താണ് അതിനുശേഷം എക്സ്റേകൾ വരും. ലാസ്റ്റ് വരുന്ന ഏതാണ് ഗാമ റേകളാണ് വരിക. ഓക്കെ, അപ്പോൾ ഉത്തരം നോക്കുക, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടിസ്ഥാന SI ഏകകങ്ങളിൽ, SI യൂണിറ്റ് ഏകകങ്ങൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റാണ്. അടിസ്ഥാന SI യൂണിറ്റുകളിൽ ഏതാണ് മറ്റുള്ള അടിസ്ഥാന SI ഏകങ്ങളുടെ നിർവചനത്തെ ഏറ്റവും കൂടുതൽ അധികം സ്വാധീനിക്കുന്നത് അല്ലേ? അങ്ങനെ ചോദിച്ചാൽ ഏതാണ് ഉത്തരം? ബാക്കിയുള്ളവ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണ് നമ്മൾ ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? സെക്കൻഡ് ആണ്. ഏതാണ്? സെക്കൻഡ് അല്ലേ? സമയത്തിൻ്റെ SI യൂണിറ്റായിട്ടുള്ള സെക്കൻഡ് ആണ്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യയിലെ ഏത് സ്ഥലത്തിലാണ് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ഏറ്റവും കൂടുതലുള്ളത്? ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഇതിൻ്റെ ആൻസർ ഏതാണ്? ഡൽഹി എന്നാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. ഏതാണ്? ഡൽഹിയാണ് ഇതിൻ്റെ ആൻസർ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ജലത്തിൽ നേർപ്പിച്ച ജലത്തിൽ നേർപ്പിച്ച 1 × 10⁻⁻⁻ 7.2 മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് pH വരിക? ചിലപ്പോൾ പഠിച്ചവർക്ക് കിട്ടുള്ളൂ. CRT ഒക്കെ നന്നായിട്ട് നോക്കിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കിട്ടുള്ളൂ. ഇതിന് ഉത്തരം എത്ര വരിക? -7 ആണ്. എത്രയാണ്? -7 അല്ലേ? ഒരു മൂലകത്തിൻ്റെ ബാഹ്യ ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം നമ്പറുകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. n = 2, l = 0, m = 0, s = 1/2 അല്ലേ, +1/2. ഈ മൂലകം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ ചിലപ്പോൾ കെമിസ്ട്രിയൊക്കെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി പഠിച്ച ആൾക്കാർ ചിലപ്പോൾ ഉത്തരം എഴുതാൻ പറ്റണമെന്നില്ല. ഏതാണ് ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ലിഥിയം ആണ് ആൻസർ. ഏതാണ്? ലിഥിയം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വാതകമാണ് ഉയർന്ന മർദ്ദത്തിലും 40°C താപനിലയിലും ദ്രവീകരിക്കാൻ പറ്റുന്നത്? ഇതിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? അമോണിയാണ് ആൻസർ. എന്ത് വരാം? ഓപ്ഷൻ ഡി അമോണിയാണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏത് ലോഹത്തിൻ്റെ ഓക്സിജൻ അടങ്ങിയ അയിരാണ് പൈറോലുസൈറ്റ് അല്ലെങ്കിൽ പൈറോലുസൈറ്റ് എന്ന് പറയും? ഏതിൻ്റെയാണ്? അത് മാംഗനീസിൻ്റെയാണ്. എന്തിനാണ്? ഓപ്ഷൻ ഡി മാംഗനീസ് ആണ് ഉത്തരം വരിക. അതുപോലെ തന്നെ താഴെ പറയുന്നവയിൽ കൃഷ്ണനാടത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇതൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ എടുത്താണ്, ടെലിഗ്രാമിലെ ലൈവ് ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്കാണല്ലോ ഇതൊക്കെ. എന്താണ് കൃഷ്ണനാടത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? ഇതൊക്കെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് PSC ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ഒന്ന്, അഷ്ടപതിയാട്ടത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് കൃഷ്ണനാട്ടം. കോഴിക്കോട്ടെ മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടത്തിന് ഉപജ്ഞാതാവ്. മാനവേദൻ രാജാവാണ് കൃഷ്ണഗീതി എന്ന കൃതി രചിച്ചത്. ജയദേവൻ്റെ ഗീതാ ഗോവിന്ദം എന്ന കൃതിയുടെ മാതൃകയാണ് കൃഷ്ണഗീതി രചിച്ചത്. ഇതിൽ ഏതൊക്കെയാണ് ശരി? അതിലെല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. നമ്മൾ ഓൾറെഡി ഇത് എല്ലാ പോയിന്റ്സുകളും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയ എമിലിയാനോ മാർട്ടിനസ് ഏത് രാജ്യക്കാരനാണ്? അല്ലേ, ഇത് ബോയ്സ് ഒക്കെ അത്യാവശ്യം ആൻസർ ചെയ്ത് പോകും. പക്ഷേ ഗേൾസ് സ്പോർട്സ് എന്ന് പറഞ്ഞ ഏരിയ നോക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ ഈ പേരുകൾ നമ്മൾ കുറേ വേൾഡ് കപ്പ് ഒക്കെ സമയത്ത് കുറേ പ്രാവശ്യം കേട്ടതാണ്. അപ്പോൾ ഏതാണ് ഉത്തരം? ഉത്തരം ഈ അർജന്റീനൻ്റെ ഗോൾ കീപ്പറാണ് ആര്? എമിലിയാനോ മാർട്ടിനസ് എന്ന് പറഞ്ഞാൽ അല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങളെയും കൃതികളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക അല്ലേ? ഏതാണ്? ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക, എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഹിൻഡ് വെച്ച് തന്നെ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉത്തരം ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി ആൻസർ ഏതാണെന്ന് നോക്കാം. ആൻസർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആൻസർ നോക്കുന്ന സമയത്ത് നമുക്ക് മേ ബി 2 കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ചിലപ്പോൾ അറിയണത്. ഇത് നമുക്ക് ഗോവിന്ദൻകുട്ടി എന്നുള്ള കഥാപാത്രം നമുക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. MT ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചിട്ടുണ്ടാവും. അത് ഏതാണ് ഗോവിന്ദൻകുട്ടി വരിക? അസുരവിത്താണ് അല്ലെ, C4 കിട്ടും അല്ലേ? C4 അത് നമ്മൾ പൊതുവേ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇരുമ്പൻ ഗോവിന്ദൻ നായർ അത് നമ്മൾ പൊതുവേ പഠിക്കുന്നതാണ്. C4 കിട്ടി. എന്താണ് ഇരുമ്പൻ ഗോവിന്ദൻ നായർ? നമ്മൾ PSC ഒരുപാട് ചോദിക്കുകയാണ്. ഇതാണ് സുന്ദരികളും സുന്ദരന്മാരും. അപ്പോൾ C4 ഉം D3 ആണ് അല്ലേ? അപ്പോൾ ഇതിൽ C4 ഉം D3 കറക്റ്റ് മാച്ച് ചെയ്തിട്ട് ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ. ഏതാണ് ആ ഓപ്ഷൻ ആയിട്ട് വരിക? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വർഷം ഏതാണ്? ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവേ MT മരിച്ചുകൊണ്ട് പൊതുവേ എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനും കൂടിയാണ്. ഏതാണ് ഉത്തരം?
ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. 1995 84 കിട്ടിയത് തകഴിക്കാണ്, 95 എം ടിക്കാണ്, 2007 95 + 12 2007 വരുമ്പോൾ ONV + 12 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ഏതാണ് ഉത്തരം? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? പുന്നമടക്കായൽ. പക്ഷെ ഇവിടെ മേ ബി ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് പോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വേമ്പനാട്ട് കായലിൻ്റെ മറ്റൊരു പേരാണ് ഇത് പുന്നമടക്കായൽ എന്ന് പറഞ്ഞത്. അതായത് വേമ്പനാട്ട് കായൽ കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് ഇത് പുന്നമടക്കായൽ. വേമ്പനാട്ട് പല പേരുകളിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ വടക്ക് ഭാഗം അല്ലെങ്കിൽ കൊച്ചി സൈഡ് അറിയപ്പെടുന്ന പേരാണ് കൊച്ചി കായൽ അല്ലെങ്കിൽ വീരമ്പുഴ. അതുപോലെ ആലപ്പുഴ ഭാഗം അറിയപ്പെടുന്നത് കൈതപ്പുഴ കായലാണ്. കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഇതൊന്ന് വായിച്ചു നോക്കുക, പോസ് ചെയ്ത് വായിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഉത്തരം എഴുതാം. ഞാൻ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ജസ്റ്റ് പറയാം. അതിൻ്റെ ഉത്തരം ഏതാണ്? പ്രസ്താവന 2 ആണ് തെറ്റായിട്ടുള്ളത്. പ്രസ്താവന 2 ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ്, ബാഷർ അൽ അസദ് ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ഇതൊരു കറണ്ട് അഫെയർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാഷർ അൽ അസദ് ഏതാ രാജ്യം? ഏതാണ്? സിറിയയാണ്. ഏതാണ്? സിറിയയുടെ മുൻ പ്രസിഡന്റ് ആണ് ആര്? ബാഷർ അൽ അസദ് അല്ലേ. അടുത്ത് IT ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ എഡിറ്റിങ്ങിനായി ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്? താഴെ കൊടുത്തിട്ട് ഏത് സോഫ്റ്റ്വെയർ ആണ് വീഡിയോ എഡിറ്റിങ്ങിനായി ഉപയോഗിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? അഡോബി പ്രീമിയർ പ്രോ ആണ്. ഏതാണ്? അഡോബി പ്രീമിയർ പ്രോ. നെക്സ്റ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു നെറ്റ്വർക്കിൽ റൂട്ടറിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? ഒരു നെറ്റ്വർക്കിൽ റൂട്ടറിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? ഒന്നെന്താണ്? അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം. ഉത്തരം ഏതാണ്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എന്താണ്? വിവിധ നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 61ാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? ഇത് നമുക്ക് ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറാണ്. ഏതാണ് ഉത്തരം? ഉത്തരം എന്താണ്? ആകർഷകമായ ഉള്ളടക്കം നിർമ്മിക്കുകയും പങ്കിടുകയും ചെയ്യുന്ന വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്യൻ യൂണിയനിലെ ഡാറ്റാ സംരക്ഷണവും സ്വകാര്യതയും ശ്രദ്ധയിലാകുന്ന നിയമം ഏതാണ്? അന്താരാഷ്ട്ര നിയമം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അത് ഓപ്ഷൻ ബി ആണ്. ഏതാണ്? GDPR. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതാണ് ഓപ്പൺ AIയുടെ ChatGPT-4 മത്സരിക്കാനുള്ള ഏറ്റവും പുതിയ AI മോഡലായി ജെമിനി 1.5 അടുത്തിടെ പ്രഖ്യാപിച്ച കമ്പനി? നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആൻസറാണ്. ഏതാണത്? ഗൂഗിൾ ഡീപ്പ് മൈൻഡ് ആണ്. ഏതാണ് ആൻസർ വരിക? ഗൂഗിൾ ഡീപ്പ് മൈൻഡ് ആണ് ആൻസർ ആയിട്ട് വരിക. വിവരാവകാശ നിയമം 2015 പ്രധാന ഉദ്ദേശം എന്താണ്? ഇത് SCRT എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏതാണ് ഉത്തരം? മുകളിൽ പറഞ്ഞവയെല്ലാം അതിൻ്റെ ഉദ്ദേശമായിട്ട് വരും. ജനങ്ങളുടെ ശാക്തീകരണം, സുതാര്യവും ഉത്തരവാദിത്വവും, അഴിമതി വിരുദ്ധ നയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അധാർമിക വ്യാപാര രീതി എന്നാൽ എന്താണ്? ക്വസ്റ്റ്യൻ വായിക്കാം. ഉത്തരം ഏതാണ്? മുകളിൽ പറഞ്ഞവയല്ല. മുകളിൽ പറഞ്ഞ 2 പ്രസ്താവന എന്താണ്? അധാർമിക വ്യാപാര രീതിയാണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജുവനൈൽ ജസ്റ്റിസ് അമെൻമെൻറ്റ് ആക്ട് 2021 പ്രകാരം ആർക്കാണ് അഡോപ്ഷൻ ഉത്തരവ് പറയാനുള്ള അധികാരം? ഇത് ഈ ലോയൊക്കെ നന്നായിട്ട് പഠിച്ച ആൾക്കാർക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണ് ഉത്തരം? ആർക്കാണ് അധികാരം? ജില്ലാ മജിസ്ട്രേറ്റ്. ഓപ്ഷൻ എ എന്താണ്? ജില്ലാ മജിസ്ട്രേറ്റ് ആണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ, IPCയിലെ ഏത് സെക്ഷനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഭിന്നലിംഗക്കാരുടെ അവകാശവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് അഭിപ്രായപ്പെട്ടത്? ഇതൊക്കെ നന്നായിട്ട് പഠിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഒരു മീഡിയം ലെവലിൽ പഠിക്കുന്നവർക്ക് ചിലപ്പോൾ ഉത്തരം എഴുതാൻ പറ്റണമെന്നില്ല. ഏതാണ് അത്? ഏതാണ്? സെക്ഷൻ 377 ആണ് ഉത്തരം വരെ. എന്താണ്? സെക്ഷൻ 377. നെക്സ്റ്റ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ്. BSCയിലെ ഏത് സെക്ഷനാണ് സ്ത്രീധന മരണം എന്ന് അനുമാനത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത്? ഏതാണ് ഉത്തരം? ഇതും നന്നായിട്ട് പഠിച്ചവർക്ക് ഉത്തരം എഴുതാൻ പറ്റണമെന്നുള്ളൂ. ഏതാണ്? സെക്ഷൻ 118 BSA. സെക്ഷൻ 118 ആണ് വരിക BSCയിൽ. ഓക്കെ, അടുത്തേതാണ്? ജോലി സ്ഥലത്തെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ 2003 അല്ലേ, ഒരു നിയമമാണ്. എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഈ നിയമത്തിൽ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. BSC പൊതുവെ ചോദിക്കുന്ന ഒരു നിയമം കൂടിയാണ്. ഏതാണ് ഉത്തരം? സ്ത്രീകൾക്കെതിരെയുള്ള ശാരീരിക ആക്രമണങ്ങൾക്കെതിരെയുള്ള പരാതി സ്വീകരിക്കുന്നതിന് ICC രൂപീകരിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഭിന്നശേഷിക്കാരായ ഒരു വ്യക്തിയെ പൊതുസ്ഥലത്ത് കളിയാക്കുകയോ വ്യക്തിഹത്യയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് ഭിന്നശേഷി അവകാശ നിയമത്തിൻ്റെ ഏത് സെക്ഷനിലാണ് പരാമർശിക്കുന്നത്? അല്ലേ, ഇതൊക്കെ
ആ ഒരു വകുപ്പ് സെക്ഷനൊക്കെ നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കുറച്ചും കൂടി ഡീപ്പ് എന്നുള്ളതാണ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ്. അതാണ് ഓപ്ഷൻ സി. സെക്ഷൻ 92 ഈ കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 70 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിന് 70 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം, ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ട ആൾക്കാർ എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ മസ്റ്റായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണിത്. കാരണം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയും ഡിഗ്രി പ്രിലിംസ് ഒക്കെ എഴുതാം. അതേ സിലബസിൽ അതേ ടോപ്പിക് നമ്മൾ പഠിക്കുന്ന അതേ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഈ ഒരു പാറ്റേണുകളും അടുത്ത എക്സാമുകൾക്കും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒരു മാതൃകയായിട്ട് എടുത്ത് എന്ത് ചെയ്യുക, ഇനി പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അഡീഷണൽ ആയിട്ടൊക്കെ ആഡ് ചെയ്ത് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്നും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ക്ലാസ് എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ SCRT ബേസ്ഡ് ഒരു എക്സാം സീരീസ് നമ്മൾ ചാനലിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം, ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുള്ള ടെലിഗ്രാമിൻ്റെ ആ ലിങ്കിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് ടെലിഗ്രാമിൽ ടേൺ ടു സക്സസ് എന്ന ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചാനലിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, ഇതിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിയ ശേഷം ഇതിന് കണക്ട് ചെയ്ത് വരുന്ന ഫാക്ടേഴ്സൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, അടുത്ത എക്സാമിന് പോകുമ്പോൾ പഠിച്ചു നോക്കാം. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ.